സ്വാഗതം. ഇത് ഈ രണ്ടാമത്തെ അധ്യായം അർജുനന്റെ ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ആ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കണം നമ്മളും ഭഗവത്ഗീതയോട് അടുക്കുമ്പം ഉണ്ടാകേണ്ടത്. അർജുനന് കിട്ടിയ അനുഗ്രഹം പോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് അനുഗ്രഹം. ജീവിതത്തിൽ പ്രയാസങ്ങൾ എല്ലാവർക്കും ഉണ്ട്. പ്രയാസങ്ങളിൽ നമുക്ക് ഒളിച്ചോടാൻ പറ്റത്തില്ല. ഒന്നുകിൽ പ്രയാസങ്ങളിൽ പെട്ടുപോവുക, അല്ലെങ്കിൽ പ്രയാസങ്ങളിൽ രക്ഷപ്പെടുക. ഒളിച്ചോടാൻ നമുക്ക് പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. ഇത് രണ്ട് കാര്യങ്ങളെ നമുക്കുള്ളൂ. ഒന്നുകിൽ പെട്ടുപോവുക, ഇല്ല എന്നുണ്ടെങ്കിൽ പ്രയാസത്തിൽ നിന്ന് മുക്തിയായിട്ട് മുന്നോട്ട് പോവുക. അപ്പം പ്രയാസത്തിൽ നിന്ന് മുക്തിയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അർജുനനോട് ഭഗവാൻ ഉപദേശിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട്. അത് എങ്ങനെയൊക്കെയാണ്, എന്തെല്ലാമാണ് എന്നുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആണ് രണ്ടാമത്തെ അധ്യായത്തിൽ ഭഗവാൻ അർജുനനോട് കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ അതിനകത്ത് അങ്ങനെ അർജുനൻ അതെല്ലാം കേട്ടിട്ട് ഭഗവാനെ ഗുരുവായിട്ട് സ്വീകരിക്കുന്നതാണ് നമ്മൾ നേരത്തെ കണ്ടത്. 7ാമത്തെ ശ്ലോകത്തിൽ കാണുന്നത്. ഇവിടെ 11ാമത്തെ ശ്ലോകം പറഞ്ഞു, അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാധാംശ ഭാഷസേ ഗതാസൂന ഗതാം സൂച ന അനുശോചന്തി പണ്ഡിതാഹ. ശ്രീ ഭഗവാൻ പറഞ്ഞു, നീ ബുദ്ധിമാന്മാരെ പോലെ സംസാരിക്കുന്നുവെങ്കിലും ആവശ്യമില്ലാത്തവയെ ചൊല്ലി ദുഃഖിക്കുകയും ചെയ്യും. ബുദ്ധിമാന്മാർ ജീവിക്കുന്നവരെ ചൊല്ലിയാകട്ടെ മരിച്ചവരെ ചൊല്ലിയാകട്ടെ വിലപിക്കാറില്ല. സൊല്യൂഷൻ മാത്രമേ കൊടുക്കാറുള്ളൂ. ഒരിക്കലും വിഷമിക്കത്തില്ല. കാര്യം പ്രയാസം ഒന്നിനും ഒരു സൊല്യൂഷൻ അല്ല. നമുക്ക് അടുത്തൊരു ശ്ലോകം നമുക്ക് നോക്കാം. ഈ ഒരു ശ്ലോകം മാത്രം ചെയ്താൽ മതി. കാര്യം ഇത്തിരി ഡീപ്പ് എക്സ്പ്ലനേഷൻ ആണ് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത്. ന തേ വാഹം ജാതു നാസം ന തേ ഏവ അഹം ജാതു നാസം ന ത്വം നേ മേ ജനാധിപാഹ ന ചൈവ ന ഭവിഷ്യാമ സർവേ വയമതപരം വയം അതപരം. ന തേ ഏവ അഹം ജാതുനാസം ന ത്വം നേ മേ ജനാധിപാഹ ന ചൈവ ന ഭവിഷ്യാമ സർവേ വയമതപരം. നത്തേവാഹം ജാതുനാസം. റിപ്പീറ്റ് ചെയ്യാം. നത്തേവാഹം ജാതുനാസം ന ത്വം നേ മേ ജനാധിപാഹ ന ചൈവ ന ഭവിഷ്യാമ സർവേ വയമതപരം. ശബ്ദാർത്ഥം: അഹം ഞാൻ, ജാതു ഒരിക്കലും, ന ആസം ഇല്ലായിരുന്നു എന്ന അവസ്ഥ, ഇതി തു ന ഏവ ഇല്ല തന്നെ, ത്വം അപി നീയും, ന ആസി ഇതി ന ഉണ്ടായിരുന്നില്ല എന്ന് ഇല്ല, ഇമേ ഈ ജനാധിപാഹ രാജാക്കന്മാരും, ന ആസൻ ഇതി ന ഭവിച്ചിരുന്നില്ല എന്ന് ഇല്ല, അതപരം ഇനിമേൽ, വയം സർവേ നാം എല്ലാം, ന ഭവിഷ്യാമ ഉണ്ടായിരിക്കുകയില്ല, ഇതി ച നൈവ എന്നതുമില്ല തന്നെ. വിവർത്തനം ആവർത്തനത്തോടെ ശ്രീല പ്രഭുപാദയ്ക്ക് ജയ്. ഞാൻ ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിട്ടേ ഇല്ല, അതുപോലെ നീയും ഈ കാണുന്ന രാജാക്കന്മാരും എന്നും ഉണ്ടായിരുന്നു, ഒരിക്കലും നാം ആരും ഇല്ലാതാവുകയുമില്ല. ഞാൻ ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിട്ടേ ഇല്ല, അതുപോലെ നീയും ഈ കാണുന്ന രാജാക്കന്മാരുമെല്ലാം എന്നും ഉണ്ടായിരുന്നു, ഒരിക്കലും നാം ആരും ഇല്ലാതാവുകയുമില്ല. വളരെ വലിയൊരു ഫിലോസഫിയാണ് അർജുനോട് പറഞ്ഞത്, യാഥാർത്ഥ്യമായിട്ടുള്ള ഫിലോസഫി. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഹ ന ചൈവ ന ഭവിഷ്യാമ സർവേ വയമതപരം.
സർവേ വയമതപരം. ഘനശ്യാം സെക്കൻഡ് ചാപ്റ്റർ ആണ്, 2ാമത്തെ അധ്യായം 12ാമത്തെ ശ്ലോകമാണ്. ശ്ലോകം നമ്പർ 12. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ ന ചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതപരം. സുധീർ പ്രഭു. നത്തേവാഹം ജാതുനാസം നത്വം മേ ജനാധിപഃ ന ചൈവ ന ഭവിഷ്യാമ സർവേ വയമതപരം. ഹരേ കൃഷ്ണ. സ്മിത മാതാജി. ഹരേ കൃഷ്ണ. നാത്വൈവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ ന ചൈവ ന ഭവിഷ്യാമഃ സർവേ വയം അധഃ പരം. ഹരേ കൃഷ്ണ. നീരാജി. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ ന ചൈവ ന ഭവിഷ്യാമ സർവേ വയമതഃ പരം. വിദ്യാജി. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ ന ചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. ഹരേ കൃഷ്ണ. സുധീർ പ്രഭു മാതാജി ഇല്ലേ ഇവിടെ? ഓക്കെ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഒളിച്ചിരിക്കുകയായിരുന്നു. ഹരേ കൃഷ്ണ. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ ന ചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. ഹരേ കൃഷ്ണ. ഗോവിപ്രഭു ഇവിടെ? ഓക്കെ. രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. ഓക്കെ, നന്നായി, തെളിച്ചുണ്ട്. ഹരേ കൃഷ്ണ. ഓക്കെ. ഇന്നലെ ഞാൻ എടുത്ത് വഴക്ക് പറഞ്ഞു. നത്വേവാഹം ജാതുനാസം നത്വം നമേ ജനാധിപാഃ ന ചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. ഹരേ കൃഷ്ണ. ഘനശ്യാം എടുത്തോ? എടുത്തു. ചൊല്ലിക്കോളൂ. നത്വേവാഹം ജാതുനാസം നത്വേ നേമേ ജനാധിപാഃ ന ചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. ഹരേ കൃഷ്ണ. അമ്മയുണ്ടോ അവിടെ? ഇല്ല. എവിടെ പോയി? വിളിക്കൂ. ഹരേ കൃഷ്ണ. ഓക്കെ. ഞാൻ ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിട്ടില്ല, അതുപോലെ നീയും ഈ കാണുന്ന രാജാക്കന്മാരുമെല്ലാം എന്നും ഉണ്ടായിരുന്നില്ല, ഒരിക്കലും നാം ആരും ഇല്ലാതാവുകയുമില്ല. ഒരു യഥാർത്ഥ സത്യം പറഞ്ഞു കൊടുക്കുകയാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം, എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് ഒരുമിച്ച് ഈ ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. 1 2 3 4 സ്റ്റാർട്ട്. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ ന ചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. ഞാൻ ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിട്ടില്ല, അതുപോലെ നീയും ഈ കാണുന്ന രാജാക്കന്മാരുമെല്ലാം എന്നും ഉണ്ടായിരുന്നു, ഒരിക്കലും നാം ആരും ഇല്ലാതാവുകയുമില്ല. ഭാവാർത്ഥത്തില് ശീല പ്രഭുപാദർ എന്തൊക്കെയാ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. സ്മിതമാജി ഒന്ന് വായിച്ചോളൂ ആദ്യത്തെ. ഭാവാർത്ഥം വേദങ്ങളിൽ കഠോപനിഷത്തും ശ്വേതാശ്വേതരോപനിഷത്തും പറയുന്നു, സർവേശ്വരനായ കൃഷ്ണൻ എണ്ണമറ്റ ജീവാത്മാക്കളെ അവരവരുടെ കർമ്മങ്ങൾക്കും അവ ഉളവാക്കുന്ന പ്രതികരണങ്ങൾക്കും അനുയോജ്യങ്ങളായ വ്യത്യസ്ത പരിതസ്ഥിതികൾ പുലർത്തിപ്പോരുന്നു. ആ സർവേശ്വരൻ തന്നെ തന്റെ സമ്പൂർണ്ണ അംശങ്ങളായി ഓരോ ജീവസത്തയുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നുമുണ്ട്. ഉള്ളിലും പുറത്തും ഒരേ പരമപുരുഷനെ കാണാൻ കഴിവുള്ള സാധുജനങ്ങൾക്ക് പരിപൂർണവും ശാശ്വതവുമായ സമാധാനം ലഭിക്കും. നിത്യോ നിത്യാനാം ചേതനാശ്ചേതനാനാം ഏകോ ബഹുനാം യോ വിധാതി കാമാൻ.
തം ആത്മസ്ഥം യേ അനുപശ്യന്തി ധീരസ്തേഷാം ശാന്തിഃ ശാശ്വതി നേതരേഷാം. ഘടോപനിഷത്ത് 2:2-13. അർജുനന് നൽകപ്പെട്ട ഈ വൈദിക സത്യം വളരെ പണ്ഡിതന്മാരാണെന്ന് ഭാവിക്കുകയും എന്നാൽ വളരെ കുറച്ചു മാത്രം അറിയുകയും ചെയ്യുന്നവരായി ലോകത്തിലുള്ള എല്ലാ പേർക്കും നൽകപ്പെട്ടിട്ടുള്ളതാണ്. അർജുനനും യുദ്ധരംഗത്തുള്ള മറ്റനേകം രാജാക്കന്മാരും താൻ തന്നെയും ശാശ്വതരായ ജീവവ്യക്തികളെന്നും അസംഖ്യം ജീവാത്മാക്കളെ അവരുടെ ബദ്ധാവസ്ഥയിലും മുക്താവസ്ഥയിലും താൻ എന്നും സംരക്ഷിച്ചു പോരുന്നു എന്നും ഭഗവാൻ സ്പഷ്ടമായി പറയുന്നു. സർവോത്കൃഷ്ടമായ വ്യക്തിയാണ് പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ. ഭഗവാന്റെ സനാതന സുഹൃത്തായ അർജുനനും പോർനിലത്ത് ഒത്തുചേർന്നിട്ടുള്ള രാജാക്കന്മാരും ശാശ്വത വ്യക്തികൾ തന്നെ. അവരാരും മുൻകാലത്ത് ജീവിക്കാത്തവരോ മേലിൽ ശാശ്വതത്വം നഷ്ടപ്പെടുന്നവരോ അല്ല. അവരുടെ വ്യക്തിത്വം പണ്ടേ ഉള്ളതാണ്. അത് ഭാവിയിലും നിലനിൽക്കും. അതിനാൽ അവരെക്കുറിച്ചും ദുഃഖിക്കേണ്ടതില്ല. മുക്തിക്ക് ശേഷം ജീവാത്മാവ് മായയുടെ മൂടുപടം നീക്കി അവ്യക്തഗത ബ്രഹ്മത്തിൽ ലയിക്കുകയും തന്റെ വ്യക്തിത്വത്തിന് അറുതി വരുത്തുകയും ചെയ്യുമെന്ന മായാവാദികളുടെ സിദ്ധാന്തത്തെ പ്രാമാണികനായ ശ്രീ ഭഗവാൻ അനുകൂലിക്കുന്നില്ല. ബദ്ധാവസ്ഥയിൽ മാത്രമേ വ്യക്തിത്വം ചിന്താവിഷയമാകുന്നുള്ള എന്ന വാദത്തിനും ഈ സൂക്തം ഇടം കൊടുക്കുന്നില്ല. മറിച്ച് തന്റെയും മറ്റുള്ളവരുടെയും വ്യക്തിത്വം ഉപനിഷത്തുക്കളിൽ ഊന്നിപ്പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഭാവിയിലും ശാശ്വതമായി നിലനിൽക്കുമെന്ന് കൃഷ്ണൻ വ്യക്തമാക്കുന്നു. കൃഷ്ണൻ മായാതീതനാകിയാൽ അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ആധികാരികമത്രേ. വ്യക്തിസത്ത യഥാർത്ഥമല്ലെങ്കിൽ കൃഷ്ണൻ ഭാവി കാലത്തേക്ക് കൂടി അതിനുള്ള പ്രസക്തിയെ കാട്ടുകയില്ലായിരുന്നു. ഹരേ കൃഷ്ണ. നെക്സ്റ്റ് സിമി മാതാജി. ഹരേ കൃഷ്ണ. കൃഷ്ണൻ ഉദ്ദേശിച്ചതായ വ്യക്തിത്വം ആത്മീയമല്ല, ഭൗതികമാണെന്ന് മായാവാദിക്ക് എതിർവാദം ഉന്നയിക്കാം. അങ്ങനെ അംഗീകരിച്ചാൽ തന്നെ കൃഷ്ണന്റെ വ്യക്തിത്വത്തെ എങ്ങനെ വേർതിരിച്ചറിയാം? തന്റെ സ്വന്തം വ്യക്തിത്വം ഭൂതകാലത്തുണ്ടായിരുന്നു, ഭാവിയിലും ഉണ്ടായിരിക്കുമെന്ന കാര്യം കൃഷ്ണൻ ഊന്നി പറയുന്നുണ്ട്. ഭഗവാൻ തന്റെ വ്യക്തിത്വത്തിന്റെ ഉന്മ പലതവണ സമർത്ഥിക്കുകയും അവ്യക്തിഗത ബ്രഹ്മത്തിനും ഉപരിയാണ് തന്റെ നിലയെന്ന് പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭഗവത്ഗീതയിലുടനീളം അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത് തന്റെ ആത്മീയ വ്യക്തിത്വത്തെയാണ്. വ്യക്തിത്വ ബോധത്തോടെ ബദ്ധാവസ്ഥയിൽ കഴിയുന്ന ഒരാളാണ് കൃഷ്ണൻ എന്ന് നാം കരുതുകയാണെങ്കിൽ ഭഗവത്ഗീതയ്ക്ക് ഒരു ആധികാരിക ഗ്രന്ഥത്തിന്റെ മൂല്യമില്ലെന്ന് വരും. മാനുഷിക ദൗർബല്യമായ 4 ദോഷങ്ങളോട് കൂടിയ ഒരു സാധാരണ മനുഷ്യന് കേൾക്കാൻ യോഗ്യമായതൊന്നും പഠിപ്പിക്കാനാവില്ല. അത്തരത്തിലുള്ള സാഹിത്യത്തിൽ നിന്ന് എത്രയോ ഉയർന്നു നിൽക്കുന്നതാണ് ഭഗവത്ഗീത. ഭൗതിക ഗ്രന്ഥങ്ങൾക്കൊന്നും തന്നെ ഭഗവത്ഗീതയോട് കിടനിൽക്കാനാവുന്നതല്ല. കൃഷ്ണനെ ഒരു സാധാരണ മനുഷ്യനായി കണക്കാക്കുന്ന പക്ഷം ഭഗവത്ഗീതയ്ക്കുള്ള ഈ പ്രാധാന്യം നഷ്ടപ്പെടും. ഈ ശ്ലോകത്തിൽ പ്രയോഗിച്ചിട്ടുള്ള ബഹുവചനം മാമൂലുകൾക്കനുസൃതമാണെന്നും അത് ശരീരത്തെ കുറിക്കുന്നതാണെന്നും മായാവാദികൾ തർക്കിച്ചേക്കാം. എന്നാൽ ദേഹാത്മഭാവത്തെ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ഖണ്ഡിച്ചിട്ടുണ്ടല്ലോ. ജീവാത്മാക്കളുടെ ദേഹാത്മഭാവത്തെ തള്ളിപ്പറഞ്ഞതിനു ശേഷം ശരീരത്തെക്കുറിച്ച് മാമൂലുകൾക്കനുസൃതമായി പിന്നെയും അത്തരത്തിൽ പ്രസ്താവിക്കാൻ കൃഷ്ണൻ എങ്ങനെ കഴിയും? അതുകൊണ്ട് ആധ്യാത്മിക തലത്തിലാണ് വ്യക്തിഭാവം നിലനിൽക്കുന്നത്. മഹാചാര്യനായ ശ്രീ രാമാനുജാചാര്യരെ പോലെയുള്ള മറ്റു പല ഗുരുക്കന്മാരും ഇതിനെ ദൃഢീകരിക്കുന്നുണ്ട്. ഈ ആത്മീയ വ്യക്തിത്വം ഭഗവത് ഭക്തർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്ന് ഭഗവത്ഗീതയിൽ പലയിടത്തും സ്പഷ്ടമാക്കിയിട്ടുണ്ട്. പരമദിവ്യോത്തമ പുരുഷൻ എന്ന നിലയ്ക്ക് കൃഷ്ണനോട് അസൂയ തോന്നുന്നവർക്ക് ഈ മഹത് ഗ്രന്ഥം അപ്രാപ്യമാണ്. തേൻ കുപ്പിക്കു മീതെ നക്കുന്ന തേനീച്ചകളുടേത് പോലെയുള്ള സമീപനമാണ് ഭഗവത്ഗീതയെ കുറിച്ച് ഭക്തിഹീനരായവർക്കുള്ളത്.
കുപ്പി തുറന്നു കിട്ടിയാലേ തേനിന്റെ സ്വാദ് അറിയാനാകൂ. ഭഗവത്ഗീതയിലെ നിഗൂഢ ജ്ഞാനം അതിന്റെ 4-ാം അധ്യായത്തിൽ പ്രതിപാദിപ്പിക്കുന്നത് പോലെ ഭക്തന്മാർക്ക് മാത്രമേ ആസ്വദിക്കാൻ കഴിയൂ, മറ്റാർക്കും സാധ്യമല്ല. ഭഗവാന്റെ പരമപദത്തോട് അസൂയാലുക്കളായവർക്ക് ഗീത സ്പർശിക്കാൻ പോലും സാധ്യമല്ല. അതിനാൽ മായാവാദികളുടെ ഗീതാവ്യാഖ്യാനം പൂർണ്ണമായും സത്യത്തെ വളച്ചൊടിച്ചു കാട്ടുന്നവയാണ്. മായാവാദ സിദ്ധാന്തങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് ഗീതാരഹസ്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള എല്ലാ കഴിവുകളും നഷ്ടപ്പെടുന്നുവെന്നും മായാവാദി ഭാഷ്യങ്ങൾ വായിക്കരുതെന്നും ശ്രീ ചൈതന്യ മഹാപ്രഭു നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഇവിടെ മുൻപ് പ്രസ്താവിച്ച വ്യക്തിത്വം ഭൗതികമാണെന്ന് വെച്ചാൽ ഭഗവാന് അർജുനനെ ഉപദേശിക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. ജീവാത്മാക്കളും ഭഗവാനും വെവ്വേറെയാണെന്നത് മുൻപ് പറഞ്ഞ പോലെ ഒരു ശാശ്വത സത്യവും വേദസമ്മതവുമാണ്. ഹരേ കൃഷ്ണ. ഇതിനകത്ത് വളരെ വലിയൊരു എക്സ്പ്ലനേഷൻ ആണ്. വലിയ നമുക്ക് പ്രത്യേകം എടുത്തറിയേണ്ടത് ഒന്ന്, ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന അർജുനനോട്, നീ അങ്ങനെ ഇവർ മരിക്കുന്നു എന്ന് വിചാരിക്കുന്നു, സാധാരണഗതിയിൽ ആലോചിച്ചാണെങ്കിലും നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഇവരാരും മരിക്കുന്നില്ല, ഈ ശരീരം കളയുന്നതേ ഉള്ളൂ എന്നൊരു തത്വം അവിടെ പറയുന്നു. ഇവിടെ മായാവാദം എന്ന് പറയുമ്പോൾ മായാവാദികൾ എന്ന് പറഞ്ഞാൽ ഭഗവാൻ നാനും ഒന്നാണെന്നുള്ള ഒരു സിദ്ധാന്തം കൊണ്ട് നടക്കുന്നവരെയാണ് ഈ മായാവാദികൾ എന്ന് പറയുന്നത്. ഭഗവാനും നമ്മളും ഒന്നാണെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് വിഷമം വരുന്നത്? ഒറ്റ ക്വസ്റ്റ്യനാണ്. എന്തുകൊണ്ട് നമുക്ക് ഭഗവാനെ പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല? അപ്പം ഭഗവാനും നമ്മളും ഒന്നാണ്, അതേസമയം വ്യത്യസ്തമാണ്. കാര്യം, നമ്മുടെ ശരീരം പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഭൂമിരാപോ അനലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാരം. ബാക്കി സ്മിത മാതാജി 7-ാമത്തെ ചാപ്റ്ററിലാണെന്ന്, 7-ാമത്തെ ചാപ്റ്ററിലെ 14th ശ്ലോകം സംതിങ് ആണ്. 7.4 or 14. ഭൂമിരാപോ നലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാരായിതീയമ്മേ ഭിന്ന പ്രകൃതിരഷ്ടത. അഹങ്കാരം ഇതീയമ്മേ ഭിന്ന പ്രകൃതിരഷ്ടത. 5 എലമെന്റ്സ്, ഇത് മോഡേൺ സയൻസും അംഗീകരിക്കാണ്. 5 എലമെന്റ്സ് കൊണ്ടാണ് നമ്മുടെ ബോഡി സൃഷ്ടിച്ചിരിക്കുന്നത്. ഭൂമി, വായു, ഭൂമി, വായു ഇല്ലേ, പൃഥ്വി, അനലോ, ഭൂമി, വായു, അഗ്നി, പിന്നെ ആകാശം, പിന്നെ ബുദ്ധി, ഭൂമി, ജലം, അഗ്നി, എർത്ത്, വാട്ടർ, ഫയർ, എയർ, എതർ. എർത്ത്, വാട്ടർ, ഫയർ, എയർ, എയർ, എതർ, സ്പേസ്. ഓക്കെ, ആകാശം, സ്പേസ്. ഈ 5 എലമെന്റ്സിനെ കൊണ്ടാണ് നമ്മുടെ ബോഡി സൃഷ്ടിച്ചത്. പ്ലസ് 3 എലമെന്റ്സും കൂടെ ഉണ്ട്. അങ്ങനെയാണ് ഒരു മനുഷ്യൻ പരിപൂർണമാവുന്നത് അടുത്ത 3 എലമെന്റ്സും കൂടി ചേർന്നിട്ടാണ്. ഈ 3 എലമെന്റ്സ് ഹ്യൂമൻ ബീയിങ്ങിന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ 8 എലമെന്റ്സ് ആണ് ഒരു മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മൈൻഡ്, ഇന്റലിജൻസ് ആൻഡ് ഫാൾസ് ഈഗോ. ഇങ്ങനെ 8 എലമെന്റ്സ് കൂടിയതാണ് മനുഷ്യ ശരീരം. വാട്ടർ, എർത്ത്, വാട്ടർ, ഫയർ, എയർ ആൻഡ് സ്പേസ് അല്ലേ? പ്ലസ് മൈൻഡ്, ഇന്റലിജന്റ് ആൻഡ് ഫാൾസ് ഈഗോ. അതേസമയം ഇതൊന്നുമില്ലാതെ, അതിനുകൊണ്ടാണ് ഭഗവാന് സച്ചിദാനന്ദ സ്വരൂപം എന്ന് പറയുന്നത്. സ്പിരിച്വൽ ബോഡിയാണ് ഭഗവാൻ. ഇതൊന്നുമില്ല ഭഗവാന്. അപ്പം സൂര്യനും സൂര്യപ്രകാശവും അല്ലെങ്കിൽ തമ്മിലുള്ള ആ വ്യത്യാസം പോലെയാണ്. സൂര്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാം പ്യുവറാണ്, ഒന്നുമില്ല. അതേസമയം സൂര്യന്റെ ശക്തി കൊണ്ട് തിളങ്ങുന്ന വസ്തുക്കൾ, ആ വസ്തുക്കളുടെ വേറൊരു വ്യക്തിത്വമുണ്ട്, സെപ്പറേറ്റ് വ്യക്തിത്വമുണ്ട്. സൂര്യപ്രകാശം കൊണ്ട് തിളങ്ങുന്ന വസ്തുവിന് സൂര്യനാണ് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പം ഒരു പ്രിസത്തിലൂടെ സൂര്യരശ്മികൾ പോകുമ്പോൾ ഈ പ്രിസത്തെ കണ്ടിട്ട് ഇത് സൂര്യനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. മഴവില്ലാണെന്ന് പറയാൻ പറ്റുമോ?
പറ്റത്തില്ല. സൂര്യന്റെ എല്ലാ ഗുണങ്ങളും ഈ പ്രകാശത്തിൽ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, എല്ലാ ഗുണങ്ങളും ഇല്ല. കാര്യം അവിടെ ഗുണത്തിന് വ്യത്യാസം വന്ന കാര്യം പ്രിസത്തിൽ വരുമ്പോൾ ആ പ്രിസം, ആ ബോഡി, ആ ഒരു പ്രിസത്തിന്റെ ഒരു നേച്ചർ ഉണ്ട്. ആ പ്രിസത്തിനെ ഏത് ഘടകങ്ങൾ കൊണ്ടാണ് ആ പ്രിസം ഉണ്ടാക്കിയിരിക്കുന്നത്? ആ പ്രിസത്തിനെ ഈ സൂര്യപ്രകാശം അടിക്കുമ്പോൾ അതിന് പിന്നെ വരുന്ന റിഫ്ലക്ഷൻ ആ ബോഡിയുടെ ഗുണമായിട്ടാണ് വരുന്നത്. ശരിയല്ലേ? ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഇപ്പം മായാവാദ സിദ്ധാന്തം അൾട്ടിമേറ്റ്ലി റോങ് ആണ്. ഭഗവാനും നമ്മളും ഒന്നല്ല. അപ്പൊ അവിടെ അകത്ത് പറയുന്നത്, അതിന്റെ അർത്ഥം പറഞ്ഞത് മാതി ഇട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? എന്റെ ഭിന്നമായ ഭൗതിക പ്രകൃതി, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം എന്നിങ്ങനെ 8 എണ്ണം അടങ്ങുന്നതാണ്. ഇപ്പൊ ഇംഗ്ലീഷിൽ അത് പറയുന്നത് മൈ മെറ്റീരിയൽ എനർജി എന്നാണ് പറയുന്നത്. മൈ മെറ്റീരിയൽ എനർജി. ഈ മൈ മെറ്റീരിയൽ എനർജി വരുമ്പം ഇതിനകത്ത് നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്റെ മെറ്റീരിയൽ എനർജി എന്ന് പറയുമ്പോൾ സൂപ്പർ നാച്ചുറൽ പവർ ആരാണ്? സൂപ്പർ നാച്ചുറൽ പവർ ഏതാണ്? സോഴ്സ്. ഒരു പ്രകാശത്തിന്റെ സൂപ്പർ നാച്ചുറൽ സോഴ്സ് എന്ന് പറയുന്നത് സൂര്യൻ എന്ന് പറയുന്നത് പോലെ നമ്മുടെ സൂപ്പർ നാച്ചുറൽ പവർ സോഴ്സ് ഭഗവാനാണ്. ഇത് ഇനി നമുക്കിത് ചാർജ് ആവണം എന്നുണ്ടെങ്കിൽ ഒരു മൊബൈൽ ഇരിക്കും. നമ്മൾ മൊബൈല് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വേണം? അതിന്റെ ബാറ്ററി ചാർജ് ഉണ്ടായിരിക്കണം, ഇല്ലേ? ആ ചാർജ് തീരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ ചാർജിലിടും. ശരിയല്ലേ? ഇനി അവിടെയാണ് വീണ്ടും വരുന്നത്. എന്ന് പറഞ്ഞിട്ട് ഈ കറണ്ട് ഫുള്ള് ഈ ബാറ്ററിയിലുണ്ടോ? ഇല്ല. ഇനി ബാറ്ററിയുടെ കണ്ടൻസ് നമ്മൾ നോക്കണം. എന്താ നോക്കേണ്ടത്? നമ്മൾ ലിത്തിയം അയൺ ബാറ്ററി ആണെങ്കിൽ ലിത്തിയം എന്ന് പറയും, ഇല്ലേ? ഇതിനെ AC കടത്തി വിട്ട് കഴിഞ്ഞാൽ പറ്റുമോ? DC ബാറ്ററിയിൽ AC കടത്തി വിട്ടാൽ പറ്റത്തില്ല. അതുപോലെ AC ബാറ്ററി DC കടത്തി വിട്ടാൽ പറ്റത്തില്ല, അല്ലേ? ഇപ്പം പ്രത്യേകം നമ്മൾ നോക്കേണ്ടത് ഈ സൂപ്പർ നാച്ചുറൽ പവറിന്റെ ഭാഗമായിരിക്കുന്ന നമുക്ക് ശരിയായ എനർജി നമ്മളിൽ ചാർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ 8 എലമെന്റ്സിനെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ബോഡിയിൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബാറ്ററി വേണം. സംഗതി ശരിയല്ലേ? അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബാറ്ററി വേണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിനുള്ള ഇന്ധനം എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന്. ശരിയല്ലേ? അപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് കിട്ടുന്ന ഇന്ധനം, അപ്പൊ ആ ഇന്ധനത്തിന് പ്രോപ്പർ എനർജി ചാർജ് ആവണം എന്നുണ്ടെങ്കിൽ സൂപ്പർ നാച്ചുറൽ പവറിന് വരുന്ന കറന്റിനെ കറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു ആഹാരം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ സൂപ്പർ നാച്ചുറൽ പവർ മാക്സിമം നമുക്ക് എനർജറ്റിക്സ് ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പൊ ഇത്രയും പറഞ്ഞ് മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളു കാര്യം. സൂര്യനും സൂര്യപ്രകാശവും തമ്മിലുള്ള വ്യത്യാസം പോലെ നമ്മളും ഭഗവാനും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ 8 എലമെന്റ്സിനെ കൊണ്ടിട്ടാണ്. ഇതിനകത്ത് വീണ്ടും പറയുന്നു, ഒരു മനുഷ്യന്റെ 4 ഡിഫക്റ്റുകളെ പറ്റി പറയുന്നു. എവിടെ പറഞ്ഞിട്ടുണ്ട്? ഇവിടെ പറഞ്ഞത് ഗീതയിലുടനീളം തന്റെ ആധ്യാത്മിക വ്യക്തിത്വ ബോധത്തെ ബത്താവസ്ഥയിൽ കഴിയുന്ന ഒരാളാണ് കൃഷ്ണൻ നാം കരുതുകയാണെങ്കിൽ ഭഗവത്ഗീതയ്ക്ക് ഒരു ആധികാരികമായ മൂല്യമില്ലെന്ന് വരും. മാനുഷിക ദൗർബല്യമായ 4 ദോഷങ്ങളോട് കൂടിയ ഒരു സാധാരണ മനുഷ്യൻ കേൾക്കാൻ യോഗ്യമായതൊന്നും പഠിപ്പിക്കാനാവില്ല. അപ്പൊ ഭഗവാന് ഇത്രയും ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്കിത് പറഞ്ഞു തരാൻ പറ്റും? ഒരു അധ്യാപകൻ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു സൂപ്പർ അധ്യാപകനായിരിക്കണം, അല്ലേ? അതിനാണ് സാധാരണഗതിയിൽ ഇപ്പം ഗ്രാജുവേഷൻ ആണെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിലും എടുത്തു കഴിഞ്ഞാലും ഒരു അധ്യാപകനാകാനുള്ള ക്വാളിഫിക്കേഷൻ ആവുന്നില്ല. ശരിയല്ലേ? പിന്നെ അവൻ എന്ത് ചെയ്യും? അവൻ അടുത്തൊരു പടി എന്താണ്? B.Ed അല്ലെങ്കിൽ M.Ed എന്നൊരു സംഭവമുണ്ട്. ശരിയല്ലേ? ഇതും കൂടെ പാസ്സായി കഴിഞ്ഞെങ്കിൽ മാത്രമേ അവൻ അധ്യാപകനാകാനുള്ള യോഗ്യതയുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഭഗവാൻ ഇത് പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം ആണ് ഇതിന്റെ എല്ലാം സോഴ്സ്. നമുക്ക്
മോഡേൺ ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പോലും ഭഗവാനെ അവഗണിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ നമുക്ക് 4 ഡിഫക്റ്റ് എന്തൊക്കെയാണ് നമ്മുടെ ഡിഫക്റ്റ്? ഹ്യൂമൻ ബീയിങ്ങിന്റെ 4 ഡിഫക്റ്റ്. നമ്മൾ 4 ഡിഫക്റ്റുകളോടുകൂടിയാണ് പറഞ്ഞത്. ഏതൊക്കെ ഡിഫക്റ്റ് ആണുള്ളത്? ഇഗ്നോറൻസ്, ഓക്കെ, പിന്നെ ലേസിനെസ്, ചീറ്റിംഗ്, ചീറ്റിംഗ്, always commit mistakes. നമ്മൾ എപ്പോഴും മേക്കിംഗ് മിസ്റ്റേക്ക് ചെയ്യും. പിന്നെ ചീറ്റിങ്, പിന്നെ നമ്മൾ ഇലൂഷനിലാണ്, നമ്മൾ എപ്പോഴും ഡ്രീമിലെ മായയിലാണ്, നമ്മൾ ഇലൂഷൻ, യാഥാർത്ഥ്യമായിട്ടൊന്നുമില്ല. അപ്പം 4 ഡിഫക്ട്സ്. ഫസ്റ്റ് ഇലൂഷൻ, നമ്പർ 2 ചീറ്റിംഗ്, നമ്മൾ എപ്പോഴും ചീറ്റിംഗ് ടെൻഡൻസിയാണ്, ചീറ്റിംഗ്. പിന്നെ നമ്പർ 3 ഇംപെർഫെക്റ്റ് സെൻസ് ആണ് ഏറ്റവും വലിയ. നമ്മുടെ സെൻസുകളെല്ലാം പെർഫെക്റ്റ് അല്ല. അതുകൊണ്ടാണ് നമുക്ക് അസൂയ വരുന്നത്, അതുകൊണ്ടാണ് നോക്കേണ്ടാത്തടത്ത് നമുക്ക് നോക്കാൻ തോന്നുന്നത്, പറയാൻ പാടില്ലാത്തത് പറയാൻ പോകുന്നതെല്ലാം ഇംപെർഫെക്റ്റ് സെൻസ് കൊണ്ടാണ്. പിന്നെന്താണ്? നമ്പർ 4 മേക്കിംഗ് മിസ്റ്റേക്ക്, നമ്മൾ എപ്പോഴും മിസ്റ്റേക്കുകൾ ചെയ്തുകൊണ്ടേയിരിക്കും. കാര്യം നമ്മൾ 4 ഡിഫക്റ്റുകളോട് കൂടിയാണ് ജനിച്ചത്. ഈ ഡിഫക്റ്റിനെ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ നമ്മൾ അറിയണം. അത് അവിടെയാണ് അർജുനന് ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇതിനകത്ത് വീണ്ടും പറയുന്നു, നമ്മൾ ആരും മരിക്കുന്നില്ല എന്ന് പറയുന്നു. അത് വളരെ വാസ്തവമാണ്. അപ്പം ആത്മാവിന് സോള് ഭഗവാന്റെ ഭാഗമാണ്, സോള് ഭഗവാന്റെ ചൈതന്യമാണ്, സോള് ഭഗവാൻ തന്നെയാണ്. അതാണ് 15-ാമത്തെ അധ്യായത്തില് 15-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, സർവസ്യചാഹം കൃതി സന്നിവിഷ്ടു മത്തസ്മൃതി ജ്ഞാനമഹോഹനം ച വേദൈച്ച സർവേരഹമേവ വേദ്യു വേദാന്തകൃദ്വേദവിദേവ ചാഹം. എല്ലാം ജീവജാലങ്ങളുടെയും ഉള്ളിൽ, എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ഞാൻ പരമാത്മാവായി സ്ഥിതി ചെയ്യുന്നു. ഞാന് അവിടെ നിന്ന് എല്ലാവർക്കും ഓർമ്മയും ബുദ്ധിശക്തിയും മറവിയും എല്ലാം ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്. വേദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അറിയാനുള്ളതാണ് വേദങ്ങൾ. ഈ വേദങ്ങളുടെ പര്യായം തന്നെ ഞാനാണ്. ഈ വേദങ്ങൾ ഉണ്ടാക്കിയതും ഞാൻ തന്നെയാണ്. ഇപ്പം ഒരു മാറ്ററില്ലാതെ മറ്റൊരു മാറ്റർ ഉണ്ടാവുകയില്ല. ഒരു വ്യക്തിഭാവമില്ലാതെ മറ്റു വ്യക്തിഭാവങ്ങൾ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ആരും മരിക്കുന്നില്ല. മോഡേണായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പോലും അങ്ങനെയാണ്. നമ്മൾ മുൻ ജീവിതത്തിന്റെ ഏതൊക്കെയോ ഭാഗമായിട്ടാണ്. നമ്മൾ ബുധനാഴ്ച രാമായണം വായിച്ചപ്പോൾ നമുക്കത് മനസ്സിലായില്ലേ? ദശരഥനിലൂടെ നമുക്കത് മനസ്സിലായില്ലേ? ഏതൊക്കെയോ ആയിട്ടാണ്. അപ്പൊ അക്കൗണ്ട്സ് ഫീൽഡിൽ കൃത്യമായിട്ട് ഞാൻ വീണ്ടും പറയുകയാണ്, വിദ്യാജി വന്നിട്ടില്ല, അതുകൊണ്ടാണ്. ഒരു ഫൈനാൻഷ്യൽ ഇയറെ സംബന്ധിച്ചിടത്തോളം ഒരു ഫൈനാൻസ് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? ഫൈനാൻസ് ഇയറിൽ വരുമ്പോൾ ഒരു ബാലൻസ് ഷീറ്റ് നമുക്കുണ്ടാവും. മ്യൂട്ടാണ് മീരാജി, മ്യൂട്ടാണ്. അല്ല, ക്യാരി ഫോർവേഡ് ചെയ്യണ. അതെ. ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ടാവും. ബാലൻസ് ഷീറ്റിലെ അത് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ബ്രോഡ് ഫോർവേഡ് ചെയ്യേണ്ടി വരും. ഇപ്പം അക്കൗണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം 2 വേർഡുകളാണ്, ക്യാരി ഫോർവേഡ് ആൻഡ് ബ്രോഡ് ഫോർവേഡ്. ഒന്നും 0 ആയിട്ട് പോകുന്നില്ല. ഏതൊക്കെയോ മുൻപ് ചെയ്ത ജന്മങ്ങളുടെ കർമ്മങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. പ്രയാസങ്ങൾ ഉണ്ടാവും. പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനേ പറ്റത്തുള്ളൂ. അതില് നമുക്ക് എന്താ പറയുന്നത്, ഓടിപ്പോവാൻ പറ്റത്തില്ല. ഒന്നുകില് പ്രയാസത്തിൽ നിന്ന് നമ്മൾ പ്രയാസമൊക്കെ അനുഭവിച്ച് അങ്ങനെ എന്റെ വിധി ഇങ്ങനെ ആയി. ചിലർ പറഞ്ഞേക്കാം എന്റെ വിധി ഇങ്ങനെ ആയിപ്പോയി, ഞാൻ എന്റെ ജന്മം ഇങ്ങനെ തന്നെ പോകണം, എന്നിട്ട് ജീവിതകാലം മൊത്തവും കരഞ്ഞിട്ട് അതിനെ തന്നെ ഇത് എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, എന്റെ ജാതകം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെയാണ് അർജുനോട് പറയുന്നത്, നീ വിഷമിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നത്. നിന്റെ ധർമ്മം എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പം അത് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ പ്രയാസങ്ങളിൽ വ്യത്യാസം വരും, നമുക്ക് ജീവിതത്തിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും. അത് ഭഗവാനെ തീർത്ത് പിടിക്കണം. അതിനകത്ത് പറയുന്നത് ഒരു ശ്ലോകം പറയുന്നുണ്ട്. ഒരു മിനിറ്റ്, എവിടെയാണ് പറഞ്ഞത്? പ്രഭു ശ്രീയാം പതിർ യജ്ഞപതിർ. ആ ശ്ലോകം എവിടെയാണ് പ്രഭു? ഭാഗവത്തില്
ശ്രീയാപതിർ യജ്ഞപതിർ എടുത്തു വെച്ചോളൂ. ഇവിടെ അപ്പം നമ്മൾ ഒരു സഞ്ചിയുമായിട്ടാണ് വരുന്നത്. ഒരു സഞ്ചിയും എടുത്തുകൊണ്ടാണ് വരുന്നത്. മുമ്പുള്ള പാണ്ടക്കെട്ടുകളുടെ ബാക്കി എടുത്തുകൊണ്ട് നമ്മളെ മാറാപ്പിൽ വെച്ചുകൊണ്ട് വരികയാണ്. ഈ മാറാപ്പിനെ നമുക്കൊരു വേസ്റ്റ് എന്ന് പറയാം. വേസ്റ്റ് നമുക്ക് രണ്ട് രീതിയിൽ കൈകാര്യം ചെയ്യാം. ഒന്നുകിൽ വേസ്റ്റ് കൂടെ കൊണ്ടു നടക്കാം, ഇല്ലെങ്കിൽ ഈ വേസ്റ്റിനെ ഉപേക്ഷിക്കാം. ശരിയല്ലേ? ഈ വേസ്റ്റ് ഒന്നും കളയാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിന്റെ നമ്മളെ ജീവിതത്തിൽ എന്തൊക്കെയോ സമ്പാദിച്ചതിന്റെ ബാക്കിയാണ്. ഇത് എപ്പോഴും നമുക്കൊരു ഓർമ്മയ്ക്കായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് കൂടെ കൊണ്ടു നടക്കാം. ഈ വേസ്റ്റ് നമുക്ക് കൂടെ കൊണ്ടു നടക്കാം. ഓർമ്മയ്ക്കായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് കൂടെ കൊണ്ടു നടക്കാം. ഇല്ലെങ്കിൽ ഇതിനെ ഉപേക്ഷിക്കാം. ഈ ഉപേക്ഷിക്കുന്നതും രണ്ട് രീതിയിലാണ്. ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് ഉപേക്ഷിക്കാം. അതിന് പുറത്ത് ഡെൽസ്കോ ഡ്രമ്മോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ അവിടെ കൊണ്ടുപോയി ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ മുറ്റത്ത് കൊണ്ടുപോയി ഇടാം. മുറ്റത്ത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ എന്താ വർഷം? ഒന്നുകിൽ ഫൈൻ, അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ ഒക്കെ ഒരു ഡിസ്റ്റർബ് ആയിട്ട് മാറും. ശരിയല്ലേ? ഇതാണ്. അപ്പം നമുക്ക് സെക്കൻഡ് ചോയ്സ് നമുക്ക് എടുക്കേണ്ടി വരും. ഏതാണ്? ഈ വേസ്റ്റിനെ ഉപേക്ഷിക്കണം. നമ്മൾ കഴിഞ്ഞ ജന്മത്തിന്റെ ബാക്കി വന്നിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഉപേക്ഷിക്കണം. ആ ഉപേക്ഷിക്കുന്നതാണ്. ആ ഉപേക്ഷിക്കേണ്ടി വരുമ്പോൾ അത് എങ്ങനെ ഉപേക്ഷിക്കണം, എങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും എന്നാണ് നോക്കേണ്ടത്. ഉപേക്ഷിക്കാൻ പറ്റും. അതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഉപേക്ഷിക്കണം. അതിന് അതിന്റെ വേസ്റ്റ് ഡ്രമ്മിൽ കൊണ്ടിടണം. അപ്പൊ ഞാൻ എൻ്റെ കൈ ഫ്രീ ആയി, എനിക്ക് ദുർഗന്ധം വരത്തില്ല എന്ന അപേക്ഷ വരും. അവിടെയാണ് ഈ രണ്ടാമത്തെ എടുത്തു വെച്ചു. ശ്രീയാപതിർ യജ്ഞപതിർ പ്രജാപതിർ ധീയാംപതിർ ലോകപതിർ ധരാപതിഹി പതിർഗതി ഛ അന്ധകാവൃഷ്ണി സ്വാത്വതാം പ്രസീതതാം മേ ഭഗവൻ സതാംപതി. സ്മിതമാതാജി ഒന്നുകൂടെ ശ്ലോകം വായിച്ചിട്ടുണ്ട്, ട്രാൻസ്ലേഷൻ വായിച്ചോളൂ. ഇത് 2.4.20. ഓക്കെ, വായിച്ചോളൂ. ശ്രീയാപതിർ യജ്ഞപതി പ്രജാപതിർ ധീയാംപതിർ ലോകപതിർ ധരാപതിഹി പതിർഗതിശ്ചാന്തക വൃഷ്ണി സാത്വതാം പ്രസീദതാം മേ ഭഗവാൻ സതാം പതിഹി. Translation by Srila Prabhupada. Jai Srila Prabhupada. May Lord Shri Krishna, who is the worshipable Lord of all devotees, the protector and glory of all the kings like Andaga and Vrishni of the Yadu dynasty, the husband of all goddesses of fortune, the director of all sacrifices, and therefore the leader of all living entities, the controller of all intelligence, the proprietor of all planets, spiritual and material, and the supreme incarnation on the earth, the supreme all in all, be merciful upon me. Hare Krishna. Hare Krishna. Shriyapadir, Yajnapadir, Prajapadir, Dhiyampadir, Logapadir, Tharapadihi, Padir Gatta, Yadicha, Andaga, Vishnisatadam, പ്രസീതതാമേ ഭഗവൻ സതാം പതിഹി. ഈ ശ്ലോകം നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനയുടെ ഒരു ഭാഗമായിരിക്കണം. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പം ഈ ശ്ലോകം ചൊല്ലണം. അതിന്റെ അർത്ഥം ഒന്നുകൂടെ ഞാൻ മലയാളത്തിൽ പറയാം. എല്ലാ ഭക്തന്മാരുടെയും ആരാധ്യദേവനും യദുവംശത്തിലെ വിഷ്ണുയെയും അന്ധകനെയും പോലെയുള്ള രാജാക്കന്മാരുടെ എല്ലാം കീർത്തിയും സംരക്ഷകനും ഭാഗ്യദേവതമാരുടെ എല്ലാം പതിയും സർവയജ്ഞങ്ങളുടെയും അനുശാസകനാകയാൽ അഖില ജീവസത്തുക്കളുടെയും അധിപനും സമസ്ത ജ്ഞാനത്തിന്റെയും നിയന്താവും ആത്മീയവും ഭൗതികവുമായ സർവലോകങ്ങളുടെയും നാഥനും ഭൂമിയിലെ പരമ അവതാരവും എല്ലാറ്റിലും പരമവുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നിൽ കൃപയുള്ളവനായിരിക്കട്ടെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എത്ര സുന്ദരമായ ഒരു പ്രാർത്ഥനയാണ്. ഭഗവാനെ അങ്ങ് എല്ലാമാണ്, എല്ലാത്തിൻ്റെയും നാഥനാണ്, എല്ലാത്തിൻ്റെയും ഭർത്താവാണ്. അദ്ദേഹം പറയുന്നത് പിന്നെ അഭക്തന്മാരുടെ അന്ധകനാണ്.
അഖില ജീവസത്വങ്ങളുടെയും അധിപനാണ്, സമസ്ത ജ്ഞാനത്തിന്റെ നിയന്താവാണ്, ആത്മീയവും ഭൗതികവുമായ സർവ്വലോകങ്ങളുടെയും നാഥനും ഈ ഭൂമിയിലേക്ക് വന്ന പരമ അവതാരവുമാണ്. എല്ലാറ്റിലും പരവുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നിൽ കൃപയുള്ളവനായിരിക്കട്ടെ, എന്നോട് കൃപയുള്ളവനായിരിക്കട്ടെ. ഭഗവാൻ അങ്ങയുടെ കൃപ എപ്പോഴും എന്നടുത്ത് വേണം. ഇന്ന് നമ്മൾ ആ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഭാണ്ഡക്കെട്ട്, ഭഗവാൻ അർജുനനോട് പറഞ്ഞ കാര്യം, നീ ഒരിക്കലും മരിച്ചിട്ടില്ല, നീ എപ്പോഴും ഉണ്ടായിരുന്നു, ലോകത്തിൽ ആരും മരിക്കുന്നില്ല, എല്ലാവരും എപ്പോഴും ഉണ്ട്. പക്ഷേ പലവിധ കർമ്മങ്ങൾക്കനുസരിച്ചിട്ട് ഈ ശരീരം മാറും, ആത്മാവ് അവിടെ ശേഷിച്ചിരിക്കും. അവന്റെ കർമ്മഫലം അനുസരിച്ചിട്ടുള്ള ജീവിതം കഴിയുമ്പോൾ ആ ശരീരം അവിടെ ഉപേക്ഷിക്കും, എന്നിട്ട് അടുത്ത ശരീരം തേടിപ്പോകും. ഇത്രയേ ഉള്ളൂ. സൂര്യനും സൂര്യപ്രകാശവും സൂര്യപ്രകാശം ഏക്കുന്ന പ്രസവവും തമ്മിലുള്ള വ്യത്യാസം പോലെ. അപ്പൊ നമ്മൾ ഏതിൻ്റെയെങ്കിലും ഭാഗമായിട്ട് നമ്മൾ ഈ ജീവിതത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രയാസങ്ങളുണ്ട്. പ്രയാസത്തിന്റെ ഭാണ്ഡക്കെട്ട്, ഭഗവാനെ ഈ ഭാണ്ഡക്കെട്ട് എനിക്കൊന്ന് താഴ്ത്തി വെക്കാൻ എനിക്ക് അവസരം തരണം, അങ്ങ് എനിക്ക് കൃപയുണ്ടാക്കണം എന്നുള്ള പ്രാർത്ഥനയോടെ പോകുമ്പോൾ ഭൂമി രാപോ വനലോ വായു ഖം മനോ രേവച അഹങ്കാരം ഇതീയമ്മ, ഭൂമി രാപോ വനലോ വായു ഖം മനോ ബുദ്ധി രേവച. അഹങ്കാരം മ്യൂട്ടാണ്, അഹങ്കാര ഇതീയമ്മേ ഭിന്ന പ്രകൃതി രാഷ്ട്രത. അഹങ്കാരം ഇതീയമ്മേ ഭിന്ന പ്രകൃതി രാഷ്ട്രത. അപ്പം നമ്മള് ഈ ഭൗതിക ശരീരത്തെ ഈ 8 എലമെന്റ്സ് കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നതാണ്. നമ്മൾ പ്രയാസത്തിലൂടെ പോകുന്നതാണ്. ഈ ഭൂമി പ്രയാസത്തിലുള്ളതാണ്, ഭൂമിയിലെ ജീവജാലങ്ങൾ പ്രയാസത്തിലുള്ളതാണ്. പ്രയാസത്തിൽ നിന്നാണ് നമ്മൾ മെറ്റീരിയൽസ് എടുക്കുന്നത്, ഉണ്ടാക്കുന്നത്. ഇതിനെല്ലാം ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും. മറ്റുള്ളവരുടെ വേദനകളിലൂടെയൊക്കെ ആയിരിക്കും ഒരുപക്ഷെ നമ്മളുടെ സാമ്പത്തികമായിട്ട് ഉണ്ടാക്കുന്നത്, നമുക്ക് പറയാൻ പറ്റത്തില്ല. പല പദാർത്ഥങ്ങളും പലരുടെയും മനോവ്യാപാരം എങ്ങനെയായിരുന്നു ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതിൻ്റെയൊക്കെ ഒരു അംശം നമ്മുടെ ജീവിതത്തിൽ എത്തിച്ചേരും. അതിനെ തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാനെ വിളിക്കണം. ഏത് കാര്യവും ഭഗവാനിലാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാൽ, അതാണ് ഇവിടെ ഭഗവത്ഗീതയുടെ 2-ാമത്തെ അധ്യായത്തിൽ 11 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങള് ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഫൈറ്റ്, നീ നിന്റെ കർമ്മം ചെയ്യുക. there is no death for the soul, ആത്മാവിന് ഒരിക്കലും നാശമില്ല. അതാണ് കഠോപനിഷത്തിലെ വീണ്ടും പറഞ്ഞത്. നിത്യോ നിത്യാനാം ചേതനാനാം ഏകോ ബഹൂനാം യോ വിദധാതി കാമാൻ. ഭഗവത്ഗീതയുടെ ആ പർപ്പറ്റിനകത്ത് ഭാവാർത്ഥത്തിന് ആദ്യത്തെ ശ്ലോകത്തില് കഠോപനിഷത്തിലെ 2-ാമത്തെ അധ്യായത്തില് 2.2.13 ആണ് പറഞ്ഞു തന്നിരിക്കുന്നത്, ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നിത്യോ നിത്യാനാം ചേതനാനാം ഏകോ ബഹൂനാം യോ വിദധാതി കാമാൻ തമാസ്തസ്തം യേ അനുപശ്യന്തി ധീര സ്തേഷാം ശാന്തി ശാശ്വതി നേതരേഷാം. ഇവിടെ അർജുന് നൽകപ്പെട്ട ഈ വൈദിക സാഹിത്യം വലിയ പണ്ഡിതന്മാരാണെന്ന് ഭാവിക്കുകയും എന്നാൽ വളരെ കുറച്ചു മാത്രം അറിയുകയും ചെയ്യുന്നവരായി ലോകത്തിലുള്ള എല്ലാ പേർക്കും നൽകപ്പെട്ടിട്ടുള്ളതാണ്. അർജുനനും യുദ്ധരംഗത്തുള്ള മറ്റനേകം രാജാക്കന്മാരും താൻ തന്നെയും ശാശ്വതരായ ജീവവ്യക്തികളാണെന്നും അസംഖ്യം ജീവാത്മാക്കളെ അവരുടെ ബദ്ധാവസ്ഥയിലും മുക്താവസ്ഥയിലും താൻ എന്നും സംരക്ഷിച്ചു പോരുന്നു. നമ്മൾ കണ്ടീഷൻ സോളാണ്. ആ കണ്ടീഷൻ സോളിനെ നമ്മൾ മുക്താവസ്ഥയിലും കൊണ്ടുവരണം. ഒരു മിനിറ്റ് ഡോക്ടർ ജിയാ. അപ്പം ബദ്ധാവസ്ഥയിലാണെങ്കിലും ഭഗവാന്റെ സംരക്ഷണം ആവശ്യമാണ്, മുക്താവസ്ഥയിലാണെങ്കിലും ഭഗവാന്റെ സംരക്ഷണം ആവശ്യമാണ്. 2 കാര്യത്തിലും ഭഗവാന്റെ സംരക്ഷണം. കാര്യം ബദ്ധാവസ്ഥയിലാണെങ്കിൽ നമ്മളെ സംരക്ഷിക്കണം, ഇല്ലേ, ആ പ്രയാസങ്ങളിൽ നിന്ന് കൊണ്ടുപോകണം. ഇനി മുക്താവസ്ഥയിലാണെങ്കിൽ നമ്മളുടെ ഈ ധന്യമായ ജീവിതം അതേപടി കൊണ്ടുപോകാനും ഒരാൾ സപ്പോർട്ട് വേണം, ഇല്ലേ, ശരിയല്ലേ? വലിയ വലിയ വീടുകളിൽ സെക്യൂരിറ്റി ഗാർഡിനെ കൊണ്ടുവച്ചിരിക്കുന്നത് എന്തിനാണ്? അവർക്കും ടെൻഷനാണ്. ഞാൻ ഇത്രയും വച്ചിരിക്കുന്ന ധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകും, സാധ്യതയുണ്ട്, അതുകൊണ്ട് 2 സെക്യൂരിറ്റി ഗാർഡിനെ കൊണ്ടുപോകും. ഇനി ജീവിതത്തിൽ ദരിദ്രാവസ്ഥയിലാണെങ്കിലും അന്നേരം അവന് 2 സെക്യൂരിറ്റി ഗാർഡ് വേണം. എന്താണ്? അപ്പം ആ സെക്യൂരിറ്റി ഗാർഡിന്റെ ഭാവം വ്യത്യാസമുണ്ട്. അവന് വേണ്ടുന്നതെല്ലാം കൊണ്ടു കൊടുക്കണം, അല്ലെങ്കിൽ അവൻ ആഹാരം എന്തെങ്കിലും കൊടുക്കണം.
ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ രണ്ട് കാര്യത്തിലും നമുക്കൊരാളെ ആവശ്യമാണ്. അപ്പം ബദ്ധാവസ്ഥയിലാണെങ്കിലും മുക്താവസ്ഥയിലാണെങ്കിലും സൂര്യപ്രകാശത്തെ ഏതൊരു തരത്തിലും നമുക്ക് ആവശ്യമുള്ളതുപോലെ ഭഗവാനെ ആവശ്യമാണ്. ഹരേ കൃഷ്ണ. ഇതിലെ വാദപ്രതിവാദങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും പറയാം. ഹരേ കൃഷ്ണ. പറയൂ. ബോറടിച്ചോ മീരാജി? പറഞ്ഞോളൂ. ബോറടിച്ചിട്ടില്ല കേട്ടോ. അത് ഇന്നത്തെ ടയർഡ്നെസ് കൊണ്ടാണ്. പറഞ്ഞോളൂ. രാവിലെ തൊട്ട് തുടങ്ങിയതാണ്. അതുകൊണ്ട് മനസ്സിലായി. പറഞ്ഞോളൂ. എന്തെങ്കിലും പറയാനുള്ളത്, തോന്നുന്നുള്ളത്? മ്യൂട്ടാണ്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലേ പ്രഭു. ഓക്കെ. ആ, ഏകദേശം നമുക്കൊരു റിയാലിറ്റി വരുന്നുണ്ടോ? ഒരു റിയലൈസേഷൻ ഭഗവാനുമായിട്ട് ഭഗവത്ഗീത വായിക്കുമ്പം അതാണ് നമുക്ക് വേണ്ടത്. കാര്യം സാധാരണഗതിയിൽ ഞാൻ കണ്ടാറുണ്ട് ഗീത ചാൻറ്റിങ് കോമ്പറ്റീഷൻ. നല്ലതാണ്, ചാൻറ്റിങ് കോമ്പറ്റീഷൻ നല്ലതാണ്. പക്ഷേ ആ കുട്ടികൾ ശ്ലോകം മാത്രം പഠിച്ചൊരു കോമ്പറ്റീഷൻ ചെയ്യുമ്പം അതൊരു പാഷന്റെ ഭാഗമായിട്ട് വരും. അതായത് ഭാരതത്തിന്റെ സനാതനധർമ്മത്തിന്റെ ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത, ആ ഭഗവത്ഗീത ശ്ലോകങ്ങളെല്ലാം ഞാൻ കാണാതെ പഠിച്ചിട്ടുണ്ട്. അല്ല, സത്യത്തില് ആ ശ്ലോകത്തിന്റെ അർത്ഥവും കൂടെ പഠിക്കുമ്പോഴാണ് അവൻ ഒരു റിയലൈസേഷനിൽ എത്തുമ്പോൾ അവന് നല്ലൊരു ജന്മം ഉണ്ടാകുന്നു. അവന്റെ ജീവിതത്തിന്റെ ഒബ്ജക്റ്റീവ് അവന് തിരിച്ചറിയാൻ പറ്റുന്നത്, എങ്ങനെ ജീവിക്കണം എന്നറിയാൻ പറ്റുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഭഗവത്ഗീതയുടെ ശ്ലോകമൊക്കെ ബൈഹാർട്ടായിട്ട് അവിടെ കിടക്കും. അവൻ തോന്നിയ പാടെ ജീവിക്കുകയും ചെയ്യും. ശരിയല്ലേ? അതെല്ലാം അങ്ങനെ. ഇപ്പൊ ഞങ്ങള് നാരായണീയം ക്ലാസ് ഇങ്ങനെ റെക്കോർഡഡ് അയച്ചു തരും, നമ്മളത് പഠിച്ച് ചെല്ലണം. അത് ചെല്ലുന്നുണ്ട്, പക്ഷെ അതിന്റെ മീനിങ് അവർ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് ഫുൾ കേൾക്കാൻ നമുക്ക് അത്രയും ടൈം കിട്ടുന്നില്ല. അപ്പൊ നമ്മള് ജസ്റ്റ് വെറുതെ ചെല്ലുന്നു, പക്ഷെ മീനിങ് അറിഞ്ഞിട്ട് ചെല്ലണം ശരിക്കും. അപ്പോഴേ നമുക്ക് അതിന്റെ ഒരു ഉൾക്കൊള്ളൽ ഉണ്ടാവുള്ളൂ. നാരായണീയം മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഭാഗവതം വായിക്കണം. ഭാഗവതത്തിന്റെ സത്യമാണ് നാരായണീയം. ഭാഗവതം പഠിച്ചു കഴിഞ്ഞാൽ നാരായണീയം പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഭഗവത്ഗീതയെ എടുത്ത് പിന്നെ പൂന്താനം നമ്പൂതിരി നെക്ടറാക്കി ജ്ഞാനപ്പാന തന്നതുപോലെ, അതേസമയം ആ ജ്ഞാനപ്പാനയിൽ വന്നിരിക്കുന്ന ഫിലോസഫി കൃത്യമായിട്ട് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഭഗവത്ഗീത വായിക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന പൂന്താനം നമ്പൂതിരി പറഞ്ഞിരിക്കുന്നത് ഉൾക്കൊണ്ടിട്ട് പറഞ്ഞിരിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പം പിന്നെ ശ്രീനാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു. ഭഗവത്ഗീത ഉൾക്കൊണ്ടിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. പത്മപുരാണത്തിൽ അപ്പം അന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാരുടെ അടുത്ത് ആ രീതിയിൽ സംസാരിച്ചത്. അപ്പം നമ്മള് ധ്യാന ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഏകം ശാസ്ത്രം ദേവകി പുത്രഗീതം. ഒരൊറ്റ ശാസ്ത്രമാണ്, ഒരൊറ്റ ദൈവമാണ്, അത് ദേവകി പുത്രനാണ്. ഏകം ശാസ്ത്രം ദേവകി പുത്രഗീതം, ഏകോ ദേവോ ദേവകി പുത്രേവ, ഏകോ മന്ത്ര തസ്യ നാമാനിയാനി. ഒരൊറ്റ മന്ത്രമേ ഉള്ളത് വാസുദേവനെ കുറിച്ചിട്ടുള്ളതാണ്. ഏകോ മന്ത്ര തസ്യ നാമാനിയാനി കർമാപ്പി ഏകം തസ്യ ദേവസ്യ. ഒരൊറ്റ ജോലിയെ നമുക്കുള്ളൂ, ഭഗവാനെ സേവിക്കുക എന്നുള്ളത്. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞതിന്റെ യഥാർത്ഥ അർത്ഥം. പിൽക്കാലത്ത് അതൊന്നും കണ്ടിന്യൂ ചെയ്യാനോ നല്ലൊരു സ്പിരിച്വൽ എഡ്യൂക്കേഷൻ കൊടുക്കാനോ നമുക്ക് പറ്റിയിട്ടില്ല. ഇതാണ് പറ്റിയത്. ഹരേ കൃഷ്ണ. അപ്പൊ സ്മിത മാതാജി, ഇന്ന് നമുക്ക് കൂടുതൽ നീട്ടണ്ട. ഒരുപാട് മീരാജിക്കും ബിസിയുണ്ട്, ബിസിയുടെ ഇടയ്ക്ക് വന്നു. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. ഇതാണ് നമ്മൾ 1 മണിക്കൂർ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഭഗവാനെ കുറിച്ച് കേൾക്കണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഭഗവാന്റെ കാരുണ്യമാണ്. ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. സ്മിത മാതാജി. ഹരേ കൃഷ്ണ പ്രഭു, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ വിദ്യാജി. ശരിക്കും പറഞ്ഞാല് ചാപ്റ്റർ 2 നോക്കിക്കഴിഞ്ഞാല്, അല്ല എനിക്കിത് തോന്നിയതാണ്, ചാപ്റ്റർ 2 നോക്കിക്കഴിഞ്ഞാല് ഭഗവത്ഗീതയിലെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഒന്ന് നോക്കിയാല് 1 to 10 നോക്കിയാല് അത് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്. 11 to 15 ആക്ച്വലി ദ തീം ഓഫ് ഭഗവത്ഗീത സെറ്റ് ആവുന്നത്. സ്റ്റോറി ബിഗിൻ ആവുന്നതും
പിന്നെ അതിൽ മെയിൻ ആയിട്ട് മനസ്സിലാവുന്നത് നമ്മുടെ സോറോ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് നോളജ് വേണം, സെൽഫ് റിയലൈസേഷൻ വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ദിസ് ഇസ് ആസ് പെർ ഭഗവത്ഗീത ഫ്രം 11 to 15, 11 തൊട്ട് 15 വരെ സോറോ ഓവർകം ചെയ്യണമെങ്കിൽ നമുക്ക് നോളജും വേണം, സെൽഫ് റിയലൈസേഷനും വേണം. ഈ തീം വരുന്നത് 11ാമത്തെ ടെക്സ്റ്റ് തൊട്ടിട്ടാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ഓർമ്മിച്ചിരിക്കുക, ഫോർ ഡിഫക്റ്റ് ഉള്ളതാണ് നമ്മൾ, ഡിഫക്ട് ലെസ്, യാതൊരു കണ്ടംബനേഷനും ഇല്ലാത്തതാണ് ഭഗവാൻ. ഈ ഡിഫക്റ്റിനെ ഓവർകം ചെയ്തെങ്കിലേ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ പറ്റത്തുള്ളൂ. അതിന് കലിയുഗത്തില് പ്രധാന ഉപായം, അത് യജ്ഞപദർ, എല്ലാ യജ്ഞങ്ങളുടെയും നാഥനാണ് ഭഗവാൻ. അതുകൊണ്ട് കലിയുഗത്തിൽ സങ്കീർത്തന യജ്ഞം കൊണ്ട് തന്നെ എല്ലാ യജ്ഞങ്ങളെയും കോമ്പൻസേറ്റ് ചെയ്യാം. നമ്മൾ ഹോമദ്രവ്യങ്ങളോ ഹോമം കൊണ്ടോ പോകാൻ പാടില്ല. വിദ്യാജി പറഞ്ഞോളൂ. അത് ഇപ്പൊ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, അതൊരു പ്രെയർ ആണ്, ഒരു പ്രാർത്ഥന. അതെ അതെ. അത് എത്രാമത്തെയാണ്, ഏതാണ് നമ്പർ? ഭാഗവതം ദ്വിതീയ സ്കന്ധത്തില് 2ാമത്തെ സ്കന്ധത്തില് 4ാമത്തെ അധ്യായത്തില് 20ാമത്തെ ശ്ലോകമാണ്. SB 2.4.20 നമ്മുടെ ഗ്രൂപ്പിലിടാം. 2.4.20. ഇത് ശ്ലോകം നിത്യേനയുള്ള പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. തീർച്ചയായിട്ടും അതിന്റെ ഗുണമുണ്ടാകും. നമ്മൾ സറണ്ടറിങ് മൂഡിലാണ്. അർജുനൻ സറണ്ടർ ചെയ്തുകൊണ്ടാണ് അർജുനന് പിന്നെ വിജയം ഉണ്ടാകുന്നത്. ഒരു സറണ്ടറിങ് മൂഡാണ്, ഒരു റിക്വസ്റ്റ് ആണ് ഭഗവാന്. എല്ലാം ഭഗവാന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹരേ കൃഷ്ണ. സുധീർ പ്രഭു. ഒന്നുമില്ല പ്രഭു. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാതാജിക്ക് കാണും അല്ലേ? ഇല്ല പ്രഭു. പറയൂ. ഇല്ല, ഒന്നുമില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നും ഉണ്ടാകുന്നില്ല. ഹരേ കൃഷ്ണ. അതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോപി പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ. ഇന്ന് പിന്നെ ഗോപി പ്രഭുവിന്റെ ജ്യേഷ്ഠന്റെ മകൾ അല്ലേ, മകളുടെ പിറന്നാളായിരുന്നു. ഇപ്പം ശരണ്യ പേര് അല്ലേ? കുട്ടിക്ക് ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് 3 പ്രാവശ്യം. ഒരു മിനിറ്റ്. സെക്കൻഡ് പ്രഭു. ഹരേ കൃഷ്ണ. അപ്പം ഹാപ്പി ബർത്ത്ഡേ ടു യു. കൃഷ്ണ ബ്ലസ് യു. ഹരേ കൃഷ്ണ. അപ്പം ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമ്മള് ഈ ജീവാത്മാക്കള്, പതീതരായ ജീവാത്മാക്കള് എന്തിന്റെയൊക്കെയോ ഭാഗമായിട്ട് നമ്മൾ ഭഗവാന്റെ കാര്യത്തിനായി ഒരുമിച്ച് കൂടുന്നു. ഭഗവാന്റെ കാരുണ്യത്തിനായി നമ്മൾ സംസാരിക്കുന്നു. നമ്മൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. ഈ ഒരു സ്നേഹവും ഒരുമയും ഭഗവത് കൃപയാൽ മുന്നോട്ട് പോകട്ടെ എന്നുകൂടി നമ്മൾ പ്രാർത്ഥിക്കുക. എങ്കിൽ മാത്രമേ ഭഗവാനെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാനും കേൾക്കുവാനും ഈ 4 ഡിഫക്റ്റിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റത്തുള്ളൂ. നമ്മൾ അന്യോന്യം വിരോധിക്കുമോ അന്ന് ഈ 4 ഡിഫക്റ്റ് നമ്മൾ വിടുന്നില്ല എന്ന് നമ്മൾ കാണണം. ഇലൂഷൻ, മിസ്റ്റേക്ക്, റിപ്പീറ്റഡ്ലി ഡൂയിങ് മിസ്റ്റേക്ക്, പിന്നെന്താ പറഞ്ഞത്? ചീറ്റിംഗ് ടെൻഡൻസി ആൻഡ് ഇംപെർഫെക്റ്റ് സെൻസ് ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് പല പ്രയാസങ്ങളും. ഓക്കെ, ഇതിൽ നിന്നെല്ലാം മുക്തി കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ജീവധന്യാവും. ഹരേ കൃഷ്ണ. അപ്പം മീരാജിയുടെ മകനും എന്നാ പോകുന്നത്? തിരിച്ച് സൺഡേ രാവിലെ പോവും. ഓക്കെ. അപ്പം മീരാജിയുടെ മകന്റെ പേരൊന്നുകൂടെ പറയണേ. വൈശാഖ്. അപ്പൊ വൈശാഖ് ജോലിക്കായിട്ടല്ലേ പോകുന്നത്? അല്ല, പഠിക്കാനായിട്ട്. ഓക്കെ. അപ്പം അതിനുള്ള പ്രിപ്പറേഷനിലാണ്. ഇതിനെ അമ്മയുടെ ഭാഗത്തു നിന്നുള്ള കർമ്മകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മാതൃത്വ സ്നേഹം തീർച്ചയായിട്ടും എല്ലാ മക്കളും തിരിച്ചറിയേണ്ടതാണ്. എത്ര പ്രായം ചെന്ന് കഴിഞ്ഞാലും അല്ലേ, അമ്മയ്ക്ക് മകൻ തന്നെയാണ്. ശരിയല്ലേ?
പിന്നെ അതൊരു മകനുമാണ് ചെറിയ, എത്ര വലുതായാലും നമുക്ക് ചെറിയ കുട്ടികളാണേ ചെറിയ തോന്നുള്ളൂ. കുട്ടികളാണേ തോന്നത്തുള്ളൂ. അവന്റെ ആ സുരക്ഷയിൽ നമ്മൾ എപ്പോഴും നമുക്കൊരു ആങ്ഷൈറ്റി ഉണ്ടാകും, ഇല്ലേ? തീർച്ചയായിട്ടും അവർക്ക് നല്ല രീതിയിൽ പഠിക്കട്ടെ, പഠിക്കാൻ നല്ല രീതിയിൽ പഠിച്ചു വരാൻ, ഉന്നതമായ രീതിയിൽ വരാനുള്ള എല്ലാ സംവിധാനങ്ങളും ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുക്കട്ടെ. അത് വിനിയോഗിക്കാനുള്ള അവസരവും കഴിവും വൈശാഖനും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം, അല്ലേ? ഏകം ശാസ്ത്രം, സിംഹമാതി ഏകം ശാസ്ത്രം. एकं शास्त्रं दैवकी पुत्रगीतम् एको देवो देवकी पुत्र एव एको मन्त्रः तस्य नामानि यानि कर्माभि एकं तस्य देवस्य सेवा. ചൊല്ലിക്കോളൂ, പെട്ടെന്ന് ചൊല്ലിക്കോളൂ. त्वमेव माता च पिता त्वमेव बन्धुश्च सखा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देव. कृष्णाय वासुदेवाय हरिये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः. कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः. वसुदेवसुतं देवं कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुं. कात्यायनी महामाये महायोगिनदीश्वरी नन्दगोपसुतं देवी पतिं मे कुरुत्वे नमः. श्रीकृष्ण शरणं मम दासोऽहं कृष्णदासः. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे.